ഹായ്, ഒരിക്കൽ കൂടി MPY യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സിപ്പി നൂർദീൻ. LDC കൊല്ലം കണ്ണൂർ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് പുറത്ത് മാർക്ക് പറയുന്നതിൽ വലിയ ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. പ്രതീക്ഷിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, തങ്ങളെക്കാൾ മാർക്കുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉള്ളിൽ അതിൻ്റെതായ ടെൻഷൻ വർദ്ധിച്ചു വരികയാണ്. അപ്പൊ എന്തുതന്നെയായാലും ഇതൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സർവേ ആണ്. കൊല്ലം സർവേ ആണ് ഇപ്പോൾ നൽകുന്നത്. കണ്ണൂർ സർവേ റിപ്പോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല, പകരം അതിന്റെ ഡീറ്റെയിൽസ് എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടും, ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോഴേക്കും കൊല്ലവും കണ്ണൂരും വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഓക്കെ, സോ കൊല്ലത്തേക്ക് കടക്കാം. കൺഫർമേഷൻ കൊടുത്ത ആളുകളുടെ എണ്ണത്തിൽ നിന്നും ആകെ 58,000-ഓളം ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് സൂചന. അപ്പോ ഇതിൽ നിന്നാണ് 800 പേരടങ്ങുന്ന, ഒരുപക്ഷെ മെയിൻ ലിസ്റ്റിൽ 800 ഉദ്യോഗാർത്ഥികളായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ അതിന് താഴെ. ഇത്തരത്തിലൊരു പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സർവേയിൽ പങ്കെടുത്തത് 2,800-ഓളം പേര് മാത്രമാണ്. തിരുവനന്തപുരം വെച്ച് നോക്കുമ്പോൾ കുറവാണ് സർവേയിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം. പ്രധാനം അവരുടെ മാർക്ക് പുറത്തു പറയാൻ ഉള്ള ബുദ്ധിമുട്ട്. എന്നാൽ അവർക്ക് ഇതൊക്കെ അറിയാൻ വലിയ താല്പര്യമുണ്ട്, പക്ഷെ സർവേയിൽ പങ്കെടുക്കാൻ ഒരു വിമുഖത. ഓക്കെ, സോ വാട്ട് എവർ. ഇതിനുശേഷം ഞാൻ നമ്മുടെ കട്ട് ഓഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഒരു 6 ചോദ്യങ്ങളെങ്കിലും ഡിലീറ്റ് ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുതന്നെയായാലും നിലവിൽ പ്രൊവിഷണൽ ഉത്തര സൂചിക പ്രകാരം ആർക്കൊക്കെ എത്ര മാർക്ക് റേഞ്ചിനുള്ളിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഞാനിവിടെ വിശദീകരിക്കുന്നുണ്ട്, കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എംഫേവർ ലേണിംഗ് ആപ്പിൽ തിരുവനന്തപുരം ആയാലും കൊല്ലം കണ്ണൂർ പരീക്ഷകളിലായാലും മുഴുവൻ കറണ്ട് അഫയർ ചോദ്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുള്ള കുട്ടികളുണ്ട്, റെഗുലർ പെയ്ഡ് ബാച്ച് എടുത്തിട്ടുള്ള കുട്ടികളുണ്ട്. സോ അവർക്ക് അറിയാവുന്നതാണ്. കൃത്യമായും റെഗുലർ പെയ്ഡ് ബാച്ചുകളിലാണ് ഇത്തരത്തിൽ ഷോർട്ട് ആയിട്ടുള്ള കറണ്ട് അഫയർ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. കറണ്ട് അഫയറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കോഴ്സ് നമുക്കില്ല. 1,499 രൂപയുടെ പ്രയാണം എന്ന് പറയുന്ന LDC ക്രാഷിൽ നമ്മൾ ഇനി അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. August 3 സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണത്. ഓക്കെ, വരാനിരിക്കുന്ന അടുത്ത പരീക്ഷകൾക്കും ഇത് ആവർത്തിക്കപ്പെടുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് കൊല്ലം സർവേയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് എനിക്ക് പറയേണ്ടത് 60 മാർക്കിന് താഴെയുള്ള കുട്ടികൾ 73.75%. ഇവിടെ നമ്മുടെ ഒരു മാർക്ക് അപ്രോക്സിമേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു നിയർ ബൈ വാല്യൂയിലേക്ക് വന്ന് മാർക്ക് അപ്രോക്സിമേഷൻ വന്നിട്ടുണ്ട്. സോ 60 മാർക്കിന് താഴെ എത്ര പേരുണ്ട്? 73.75%. 60-നും 65-നും ഇടയിൽ 13.5%. അപ്പോ ശ്രദ്ധിക്കണം, 65-ഓ അതിന് താഴെയോ വാങ്ങിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് ആകെ പരീക്ഷ എഴുതിയ 58,000-ഓളം കുട്ടികളിൽ നിന്നും 87.25% കുട്ടികളും 65-ഓ അതിന് താഴെയോ വന്ന് നിൽക്കുകയാണ്. ഇവരുടെ ശബ്ദമാണ്, ഇവരുടെ ഫ്രസ്ട്രേഷൻ ആണ് പുറത്ത് കേൾക്കാൻ സാധിക്കുന്നത്. ഇതിന് കാരണക്കാർ, ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കോച്ചിങ് സ്ഥാപനങ്ങളിലെ കാലഹരണപ്പെട്ട പഠന രീതികളും സ്റ്റേറ്റ്മെന്റ്സ്. ശരിക്കും പറഞ്ഞ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പരീക്ഷ എഴുതി കഴിഞ്ഞ ഓരോ ഉദ്യോഗാർത്ഥിയും വീട്ടിൽ വന്ന് ചെയ്യുമ്പോൾ അവന് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അവൻ ചെയ്യാതെ വിട്ടുപോയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. ചെയ്ത് തെറ്റിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട്.
മാത്സിൽ മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ടുള്ള കുട്ടികളുണ്ട്. മാത്സിൽ ഒരു വിഷയത്തിൽ നിന്ന് തന്നെ കൂടുതൽ ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞ് അത് ഭയന്ന് പിന്മാറിയ കുട്ടികൾക്കാണ് അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ മാത്സിൽ മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയ കുട്ടികളുണ്ട്. എന്നാൽ കറണ്ട് അഫയേഴ്സിൽ മിന്നിക്കാൻ പറ്റാതെ പോയതിന്റെ ഒരേ ഒരു അടിസ്ഥാനമാണ് ഇത്തരത്തിൽ മാർക്ക് കുറയാനുള്ള മറ്റൊരു വിഷയമായിട്ട് ഞാൻ കരുതുന്നത്. അല്ലെ, നിങ്ങളിൽ പലർക്കും അത് സാധിക്കാതെ പോയിട്ടുണ്ട്. നിങ്ങൾ വാങ്ങിച്ചു വച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ട്രെൻഡിങ് ചോദ്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ട്രെൻഡിങ് ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. താഴെ കാണുന്ന എംപവർ കേരള PSC എന്ന് എഴുതി കാണിക്കുന്നില്ല, നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഇനിയുള്ള പരീക്ഷകൾക്ക് എന്തായാലും മുഴുവനായിട്ട് സെറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നോട്ടിൽ നിന്നും പ്രസക്ത ഭാഗങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പഠിക്കുക, കയറി വാ, അടുത്ത പ്രാവശ്യം പ്രൂഫ് നിങ്ങൾ കൊണ്ടുപോവാ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം, 65 അതിന് താഴെയോ 87.25% കുട്ടികളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി 65-നും 70-നും ഇടയിൽ 5.75% കുട്ടികളുണ്ട്. 70-നും 75-നും ഇടയിൽ 4.5%, 75-നും 80-നും ഇടയിൽ 2.25%, 80-ന് മേലെ മേടിച്ച കുട്ടികൾ എന്ന് പറയുന്നത് 0.25%. അത് നിയർ ബൈ ഒരു അപ്രോക്സിമേഷൻ ആണ്. അപ്പോ ശ്രദ്ധിക്കണം, ഈ 80 മാർക്കിന് മേലെ മേടിച്ച കുട്ടികൾ ഉണ്ടാകും. പക്ഷെ അവരെന്ത് പ്രത്യക്ഷത്തിൽ പേര് പറഞ്ഞ് വരണമെന്നില്ല. പക്ഷെ ടു ബി ഫ്രാങ്ക്, 5-6 ചോദ്യങ്ങൾ കുറഞ്ഞത് ഡിലീറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അന്തിമ മാർക്ക് ലിസ്റ്റിൽ ഈ 80 താഴെ വന്ന് കിടക്കും എന്നുള്ളതിൽ സംശയമില്ല. അപ്പൊ ഇത്തരത്തിൽ ഒരു പരീക്ഷ നടന്നപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു ശതമാനം, മഹാഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെ പറയാം, 87.25% കുട്ടികളും 65 മാർക്കിന് താഴെ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു ഈ ഒരു പരീക്ഷയ്ക്ക് എന്താണ് പ്രതീക്ഷ, അവർക്ക് എന്താണ് പ്രതീക്ഷ? പ്രത്യേകിച്ച് 60-നും 65-നും ഇടയിലുള്ള കുട്ടികളാണ് ഞങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഭയപ്പാടോടുകൂടി നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയാം, പലയിടങ്ങളിലും കട്ട് ഓഫ് 50 റേഞ്ചിൽ പിടിച്ച് പറയുന്നുണ്ട്, 50, 55. നിങ്ങളെ സമാധാനപ്പെടുത്തുവാനും കൂടുതൽ ചീത്തവിളി കിട്ടാതിരിക്കാനായിരിക്കാം അത്തരത്തിൽ കട്ട് ഓഫ് താഴ്ത്തി പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു പരീക്ഷ തിരുവനന്തപുരം പരീക്ഷ വെച്ച് നോക്കുമ്പോൾ ടഫ് ആണ് എന്ന് പറയാമെങ്കിലും സത്യത്തിൽ ഇത് ടഫാണോ? നിങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്നും വന്നപ്പോഴേക്കും ആകെ മൊത്തം ഒരു വലിയ ചോദ്യപേപ്പർ പോലെ ഫീൽ ചെയ്തു. 1-2 ചോദ്യങ്ങൾ കിട്ടാതെ വന്നപ്പോ അവിടെ വെച്ച് ഭയപ്പെട്ടു, സമ്മർദ്ദത്തിൽ വന്നു എന്നുള്ളതാണ് സത്യം. ഇനി പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കണം. വീട്ടിൽ വന്നിരുന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ ആയിരുന്നു മിക്കതും. ഇപ്പൊ വീട്ടിലിരുന്ന് ചെയ്യുന്ന ആ ഒരു മാനസികാവസ്ഥ പരീക്ഷാ ഹാളിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത പോയത് സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ടതാണ്. അതിന്റെ 90% നമ്മൾ പരീക്ഷാ ഹാളിൽ കാണിക്കേണ്ടതായിരുന്നു. ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട് കേട്ടോ. കൊല്ലം എന്ന് പറയുന്നത് ഹൈ പെർഫോമിംഗ് സ്റ്റുഡൻസിന്റെ ജില്ലയാണ്. തിരുവനന്തപുരം, മലപ്പുറം, പാലക്കാട് എന്നിവ പോലെ നന്നായിട്ട്, കോഴിക്കോട് എന്ന പോലെ ഹൈലി പെർഫോംഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, നന്നായിട്ട് പഠിക്കുന്നവരുണ്ട്. ഇവരിൽ ചിലരൊന്നും അവരുടെ മാർക്ക് പോലും പുറത്തു വിടത്തില്ല. അവരെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 70 മേലെ മാർക്ക് മേടിച്ച എത്രയോ കുട്ടികൾ എനിക്ക് പേഴ്സണലി അറിയാം, എന്നോട് പറയുന്നുണ്ട്. ഇവൻ സർവേയിൽ പോലും പങ്കെടുക്കാത്ത കുട്ടികളുണ്ട്. അവർക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട്, സാർ എനിക്ക് ഇത്ര മാർക്കുണ്ട്, ഞാൻ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സർവേയിൽ പങ്കെടുത്തോ? അത് ഇല്ല സാർ. അപ്പോ ഇനി അടുത്ത കട്ട് ഓഫിന്റെ കാര്യത്തിലേക്ക് വരുവാണ്. ഇതൊരു നല്ല നിലവാരമുള്ള ചോദ്യപേപ്പർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്ര ഡിലീഷൻസ് കഴിഞ്ഞാലും 60-62 റേഞ്ചിൽ കട്ട് ഓഫ് വന്ന് നിൽക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. 60-62 റേഞ്ചിൽ ഒരിക്കലും 50-ഓ 52-ഓ 53-ഓ കട്ട് ഓഫ് ഒന്നും വരില്ല, 55 ഒന്നും വരില്ല.
മനസ്സിലായോ? കാരണം അത്രത്തോളം ആൾക്കാരെ ഒന്നും മെയിൻ റാങ്ക് ലിസ്റ്റിലേക്ക് എടുക്കാൻ പോകുന്നില്ല. ഓരോ വർഷം കഴിയും തോറും, ഓരോ തവണ കഴിയും തോറും PSC മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കുറച്ചുകൊണ്ട് വരികയാണ്. അത്തരം സൂചനകൾ നൽകുന്നത് 60-62 റേഞ്ചിൽ പക്ഷെ വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ വന്ന് നിൽക്കും. അതിലും കുറെ കുട്ടികൾ രക്ഷപ്പെടട്ടെ എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. പക്ഷെ മാർക്ക് മേടിച്ച കുട്ടികൾ പുറത്തുണ്ട്. ഓക്കെ, സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയുള്ള പരീക്ഷകളിൽ സ്വന്തം കുറ്റങ്ങൾ തിരുത്തി മുന്നോട്ട് വരിക. സത്യം പറയാലോ, നന്നായിട്ട് എഫേർട്ട് എടുത്ത് 100% അവർക്ക് കൈയടിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിലൊക്കെ 65-ന് മേലെയൊക്കെ മാർക്ക് മേടിച്ചിട്ടുള്ള കുട്ടികൾ സമ്മർദ്ദത്തെ അതിജീവിച്ചു എന്ന് പറയാനാവില്ല. ബട്ട് മാക്സിമം സമ്മർദ്ദത്തെ അവര് ഒഴിവാക്കി. അല്ലെങ്കിൽ ഒരു 1% പോലും സമ്മർദ്ദമില്ലാതെ ഒരു പരീക്ഷയ്ക്ക് ആരും ഇരിക്കത്തില്ല. പക്ഷെ ഉള്ള സമ്മർദ്ദത്തെ മാക്സിമം അവർ അടക്കി പിടിച്ചു. പരീക്ഷ ഹാളിൽ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവർ ശ്രമിച്ചു. അതിന്റെ എഫേർട്ട്, അതിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ട് നല്ല മാർക്ക് കിട്ടിയിട്ടുമുണ്ട്. സോ വീണ്ടും കാണാം. കൊല്ലം മാർക്ക് ഡേറ്റ വന്നിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ നൽകാം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ഇത്തരത്തിൽ ഓരോ പരീക്ഷ കഴിയുന്തോറും നമ്മുടെ സർവേ ഒക്കെ നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത്തരത്തിൽ ഫ്രീ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ. ഓക്കെ, so thank you very much. See you soon.